ഇപ്പോ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ശരിക്കും സീസൺ 1 ശേഷം, ബിഗ് ബോസ് മലയാളം സീസൺ 1 ശേഷം ഇപ്പോഴാണ് നമ്മൾ വളരെ ഉദ്വേഗജനകമായി കാത്തിരിക്കുന്നത് ഫിനാലയ്ക്ക് വേണ്ടി. ആർക്കായിരിക്കും ഇവർ ഈ വിജയകിരീടം കൊടുക്കാനായിട്ട് പോകുന്നത്? സീസൺ 7 പണിയുടെ ആ ഒരു വിജയകിരീടം ആർക്കായിരിക്കും ഇവർ കൊടുക്കാൻ പോകുന്നത്? ക്യാഷ് പ്രൈസ് ആർക്കായിരിക്കും ഏഷ്യനെറ്റും ബിഗ് ബോസും പിന്നെ എന്റെ മോൾ ഷൈനും ഒക്കെ കൂടി കൊടുക്കാനായിട്ട് പോകുന്നത്? ഭയങ്കര ത്രില്ഡായിട്ട് കാത്തിരിക്കുകയാണ് ഫിനാലയ്ക്ക് വേണ്ടി. ആരായിരിക്കും വിജയിക്കുക എന്ന് കാണാൻ വേണ്ടി. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ സീസൺ 1 പേർലി മാണി വേഴ്സസ് സാബു ആ ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ ഇപ്പൊ വന്നിരിക്കുകയാണ്. വിന്നിംഗ് റേസില് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റും പിന്നെ ഒരു മെയിൽ കണ്ടസ്റ്റന്റും, അങ്ങനെ ആ രീതിയിൽ സീസൺ 1 ആ ഒരു പാറ്റേണിൽ തന്നെ കാര്യങ്ങൾ വന്ന് എത്തി നിൽക്കുകയാണ്. അൺഒഫീഷ്യൽ വോട്ടിംഗ് ഒക്കെ പോട്ടെ, ഒഫീഷ്യൽ വോട്ടിങ്ങില് ഇവര് നെക്ക് ടു നെക്ക് ആണെന്നാണ് അറിയുന്നത്. അനുമോളും അനീഷും ഭയങ്കര ചെറിയ മാർജിനിൽ ഇങ്ങനെ നിന്ന് മാറിയും മറിഞ്ഞും കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോഴും അറിയുന്നത്. വോട്ടുകൾ ഇങ്ങനെ കൂടിയും കുറഞ്ഞുമുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഒഫീഷ്യൽ ട്രെൻഡുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹോട്ട്സ്റ്റാറിൽ ജനങ്ങൾ വോട്ട് ചെയ്തുള്ള റിസൾട്ട്, അല്ലാതെ യൂട്യൂബിൽ മറ്റേ വോട്ട് കയറ്റി വിടുന്ന കേസൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാപകമായ ഒരു PR സപ്പോർട്ടും PR ഹെഡിന്റെ ഇന്റർവ്യൂവും അതേപോലെ പേഴ്സണൽ ആണെന്ന് പറഞ്ഞുള്ള ഈ PR ഹെഡിന്റെ തന്നെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ഇത് പ്രേക്ഷകർക്കും പേഴ്സണലായി മാറിയിരിക്കുകയാണെന്ന് വേണം പറയാനായിട്ട്. കാരണം ടൈംസ് ഓഫ് ഇന്ത്യ പോലും ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു. മോണോപോളി ഡിസ്ട്രോയിങ് ബിഗ് ബോസ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അവർ തന്നെ പബ്ലിഷ് ചെയ്തു. ഇത്രയധികം PR ചർച്ചയായിട്ടുള്ള വേറൊരു സീസൺ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരും PR-കളും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മലയാളി പ്രേക്ഷകർ വിജയിക്കുമോ അതോ ഇവര് കാശിറക്കി കളിക്കുന്ന ഈ ടീമുകൾ ജയിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ സീസൺ PR കൊണ്ടുപോയാൽ അടുത്ത സീസണില് 8ന്റെ പണി കിട്ടാൻ പോകുന്നത് അവിടെ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് തന്നെയായിരിക്കും. കാരണം ഇവര് PR എടുത്തിരിക്കുന്നവർ ജയിക്കും. ഈസി കേക്ക് വാക്ക് ആയിട്ട് ഇവരങ്ങ് ജയിച്ചങ്ങ് പോകും. ബാക്കിയുള്ളവരുടെ അവിടെ മത്സരിക്കുന്ന മറ്റുള്ളവരുടെ കാര്യങ്ങളായിരിക്കും കട്ടപ്പുകയാവുന്നത്. ഈ സീസണിൽ തന്നെ നമ്മൾ കണ്ടതാണ് എത്ര പേരുടെ ലൈഫ് വെച്ചിട്ടാണ് ഗെയിം കളിച്ചത് ഒരാള്. അപ്പൊ അവർക്ക് വെളുപ്പിക്കാൻ ആളുകളുണ്ട്, വെളുപ്പിക്കാൻ കുത്തിയിരുന്ന് വീഡിയോസ് ചെയ്യുന്ന പ്രമുഖ റിവ്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രം അവരങ്ങ് നിന്ന് പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കളികള് ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ബിഗ് ബോസ് നിലകൊള്ളുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. പ്രേക്ഷകരുടെ വിധി ബിഗ് ബോസ് പരിഗണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അൺഒഫീഷ്യലും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്, ഒഫീഷ്യൽ പോളിംഗിന്റെ കാര്യമാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.